സ്റ്റാൻലി സാറേ, നമസ്കാരം. ആൻഡ് നമസ്കാരം. ഈ ഒരു ഷോയില് ഞാൻ സാറിൻ്റെ അടുത്ത പ്രശ്നങ്ങൾ ചോദിക്കാൻ പറ്റും. യൂഷ്വലി അത് മറ്റേ വഴിക്ക് എപ്പോഴും വരാറുള്ളത്. പക്ഷെ ഞാൻ സാറിൻ്റെ അടുത്ത് ചില പ്രശ്നങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. പക്ഷേ ഈ വയനാട് നടന്ന ദുരന്തം അത് കഴിഞ്ഞിട്ട് ഒരു ഫണ്ട് റേസിങ്ങിനെ പറ്റിയിട്ട് കുറേ കോൺട്രവേഴ്സി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഓരോ പ്രാവശ്യം എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വരുമ്പോൾ ആദ്യം ബക്കറ്റ് പിരിവ് തുടങ്ങും. എടുത്തിറങ്ങും എല്ലാവരും. ഈ ബക്കറ്റ് പിരിവിൽ ഈ പറഞ്ഞ മാതിരി കാശ് കിട്ടും, പക്ഷെ കാശ് എങ്ങോട്ട് പോകുന്ന ആർക്കും പറയാൻ പറ്റില്ല. അതിൻ്റെ മേലെ കുറേ പുതിയ നിയമങ്ങൾ, ഈ പറഞ്ഞ മാതിരി ഡെമോക്രസീസ് ഇൻ ഡേഞ്ചർ എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പോൾ ആരെങ്കിലും ഇതിൻ്റെ അഗേൻസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ കേസ്. പക്ഷെ മോദിയാണ് കേട്ടോ ഡിക്റ്റേറ്റർ. പക്ഷെ എവിടെ കേസ് രജിസ്റ്റർ ചെയ്യണത് CM റിലീഫ് ഫണ്ടിലേക്ക് കാശ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ നേരെയാണ്. അല്ലെങ്കിൽ ഒരാൾ ഞാൻ വീട് പണിത് കൊടുക്കുന്നത് അയാളുടെ നേരെ കേസ് രജിസ്റ്റർ ചെയ്യുക. കാരണം ഇതൊക്കെ ഒരു ലീഗൽ സ്ക്രൂട്ടനിയിൽ നിൽക്കും. ഇതൊക്കെ ഈ കോടതി കയറി പോലീസുകാർ രജിസ്റ്റർ ചെയ്യണം, ശരിയാണ്. അവർ തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഓർഡർ വന്നിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇത് കോടതിയിൽ കയറി, ഇവനൊരു മുൻസിഫ് കോടതിയിലെങ്കിൽ ഈ കേസ് നിലനിൽക്കും സാറേ? ഇത് മുൻസിഫ് കോടതിയിലല്ല, ഒരു കോടതിയിലും നിലനിൽക്കുക. ഫ്രിവലസ് ആയിട്ടുള്ള കംപ്ലൈന്റുകൾ, കള്ള കേസുകളാണ് ഗവൺമെന്റും പോലീസും കൂടി എടുക്കുന്നത്. ശബരിമല സമരകാലത്തും ഇതിനു മുമ്പ് കോവിഡിന്റെ സമയത്തും പിന്നെ 2017 ഫ്ലഡ്സിന്റെ സമയത്തുമൊക്കെ അനേകം കേസുകൾ, അതല്ലാതെ പൊളിറ്റിക്കൽ റീസണിലും ഒത്തിരി കള്ളക്കേസുകൾ കേരള പോലീസും കേരള ഗവൺമെന്റും CPM കൂടി എടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ദുരിതം എവിടെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു ജുഡീഷ്യറി നമുക്ക് വിശ്വാസമാണ്, അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷെ കേരളത്തിൽ സംഭവിക്കുന്നത്, പോലീസ് എടുക്കുന്ന കള്ളക്കേസുമായിട്ട് ചെല്ലുമ്പം ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് അത് വിധേയമാകുന്നില്ല. പകരം പോലീസ് പറയുന്നത് മുഴുവൻ വേദവാക്യമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഈ ചെല്ലുന്ന ആൾക്കാരെ, കൊണ്ടുചെല്ലുന്ന ആൾക്കാരെ, ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെ റിമാൻഡ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് കാണിക്കുന്നത്. ഇടുക്കിയിൽ ഒരു പണത്തർക്കത്തിന്റെ പേരിൽ പോലീസ് ഒരുത്തിനെ ഇടിച്ചു കൊന്നേച്ച് ആ ശവത്തിനെ മജിസ്ട്രേറ്റ് ഈ പ്രതിയെ കാണാതെ ജീപ്പിൽ ചത്ത് കിടക്കുന്ന പ്രതിയെ റൂമിലിരുന്ന് റിമാൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് അവനെ ജയിലിൽ കൊണ്ടുപോയിട്ട് അവനെ അഴുകാൻ തുടങ്ങിയപ്പോഴാണ് ഇവൻ മരിച്ചു പോയതാണെന്ന് കണ്ടുപിടിക്കുന്നത്. കേരളത്തിൽ നടന്ന സംഭവമാണ്. CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ പരിഹാരമൊന്നും ആയിട്ടില്ല. അതായത് ഒരു ഗവൺമെന്റ്, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും ചൈനയെ പിന്തുണയ്ക്കുന്ന ഒരു ഗവൺമെന്റ് പോലീസിനെ ദുരുപയോഗം ചെയ്ത് ഒരു കേസിൽ ഒരാളെ പെടുത്തി കോടതിയിൽ കൊണ്ടുചെല്ലുമ്പോൾ അത് പരിശോധിച്ച് ജുഡീഷ്യൽ വിവേചനാധികാരം ഉപയോഗിച്ച് അയാൾക്ക് ജാമ്യം കൊടുക്കാനോ സ്വതന്ത്രനാക്കാനോ ഉള്ള ചുമതല മജിസ്ട്രേറ്റിനുണ്ട്, മുൻസിപ്പിനുണ്ട്. പക്ഷേ അവരത് ചെയ്യുന്നതിന് പകരം ഇത് വന്നിരിക്കുന്ന പ്രോസിക്യൂട്ടർ അത് മറ്റേ അപ്പുറത്തെ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ. SIM സർക്കിളും അതും വേറെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. ജഡ്ജി അത് ലോ കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. ഈ പൊളിറ്റിക്കൽ വിധേയത്വം പോലീസിനും ജുഡീഷ്യറിക്കും കേരളത്തിൽ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കള്ളക്കേസുകൾ പെരുകുന്നത്. കാരണം കോടതി പോയാൽ ഇത് തള്ളിപ്പോകുമെന്ന് രാഷ്ട്രീയക്കാർക്കും പോലീസിനും ബോധ്യം ഉണ്ടെങ്കിൽ, പ്രോസിക്യൂട്ടർക്കും ബോധ്യം ഉണ്ടെങ്കിൽ അവർ കോടതിയിലോട്ട് കള്ളക്കേസുമായിട്ട് പോകത്തില്ല. കള്ളക്കേസുമായിട്ട് പോയാലും കോടതി എടുക്കും. അത് പിന്നെ ഹൈക്കോടതി, സുപ്രീം കോടതിയൊക്കെ വന്നു പോകുമ്പോഴത്തേനും ഈ പ്രതിയെ അല്ലെങ്കിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്നയാളെ കഷ്ടപ്പെടുത്താം എന്നൊരു അമിത ആത്മവിശ്വാസം കേരളത്തിലെ പോലീസിനും ഗവൺമെന്റിനും രാഷ്ട്രീയക്കാർക്കും ഉണ്ട്. ജുഡീഷ്യറി ഞങ്ങളുടെ പരിധിക്ക് നിൽക്കും, ഞങ്ങൾ കൊടുക്കുന്ന ഈ കള്ളക്കേസ് മുഴുവൻ ജുഡീഷ്യറി അംഗീകരിച്ച് ഇവനെ റിമാൻഡ് ചെയ്യും എന്നൊരു ഓവർ കോൺഫിഡൻസ് ഇവർക്കുണ്ട്. ഇത് പരിശോധിക്കേണ്ടത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും കേന്ദ്ര ഗവൺമെന്റുമാണ്. എങ്ങനെ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നു കേരളത്തിൽ, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ എങ്ങനെ പൂട്ടുന്നു, ഈ ഒരു കാര്യം കേന്ദ്രത്തിലുള്ള ആൾക്കാർ ഇത് പരിശോധിക്കേണ്ടതാണ്. എങ്ങനെയാണ് കേരളം ഇത് ദുരുപയോഗം ചെയ്തത്? ഇതേ ടെൻഡൻസി ഇപ്പൊ തമിഴ്നാട്ടിലും ബംഗാളിലും ഉണ്ട്, ഇതേ പ്രശ്നങ്ങൾ. അതുപോലെ പഞ്ചാബിലും ഉണ്ട്. ചില പ്രത്യേക കക്ഷികൾ ഭരിക്കുന്ന സ്ഥലത്ത് വളരെ മോശമായ രീതിയിൽ ഒരു കാരണവും ഇല്ലാണ്ട് കള്ളക്കേസുകൾ അങ്ങ് ഫ്രെയിം ചെയ്യുന്നു. നീ വേണം ഹൈക്കോടതി പോയി ജാമ്യം എടുത്തോ, അല്ലെ നിന്നെ റിമാൻഡ് ചെയ്യുന്നു, നീ അവിടുന്ന് ജാമ്യം എടുത്തോ. ആ രീതിയിലുള്ള ഒരു നടപടി, കിം ജോങ് ഉൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇത് ജുഡീഷ്യറിയാണ് നോട്ട് ചെയ്യേണ്ടത്. ജുഡീഷ്യറിയാണ് ഇങ്ങനെ പോലീസിനോട് കൃത്യമായിട്ട് പറയേണ്ടത്. സുപ്രീം കോടതിയുടെ പല ഗൈഡ് ലൈൻസ് ഉണ്ട്. കള്ളക്കേസുകൾ എടുക്കരുത്, അങ്ങനെ എടുത്തു കൊണ്ടുവന്നാൽ അവരെ അവിടെ വെച്ച് തന്നെ റിലീസ് ചെയ്യും എന്ന് കോടതി നിലപാടെടുത്താൽ ഈ പരിപാടി നിൽക്കും. അല്ലെങ്കിൽ ഇത് നിൽക്കത്തില്ല. അത് കോടതി അത് എടുക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ്. ഒരു സ്വതന്ത്ര കോടതി എന്നുള്ള രീതിയിൽ ജുഡീഷ്യറി ശക്തമായിട്ട് ഗവൺമെന്റിനും പോലീസിന്റെയും കള്ളത്തരങ്ങൾക്കെതിരെ നിലപാടെടുക്കണം. അല്ലാതെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഒരേ സംഘടനയെ പ്രവർത്തിച്ചതാണ്, ഞങ്ങൾ എല്ലാവരും ഒരേ ഐഡിയോളജി ആണെന്നുള്ള നിലപാടാണ് കോടതി എടുക്കുന്നതെങ്കിൽ ജനങ്ങൾ സഫർ ആയത് തന്നെ. ഞങ്ങളാണേലും നിങ്ങളാണേലും ആരാണേലും സഫർ ആയത് തന്നെ. ഇപ്പൊ കോടതി ആ വിവേചനാധികാരം ഒരു പഞ്ചായത്ത് ഓഫീസറുടെയോ കളക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റവന്യൂ ഉദ്യോഗസ്ഥന്റെ അടുത്തല്ല ഹാജരാക്കുന്നത്. അവർക്ക് വിവേചനാധികാരം ഇല്ല. പക്ഷെ കോടതിക്ക് വിവേചനാധികാരമുണ്ട്. പക്ഷെ കേരളത്തിൽ അത് സാധാരണക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്നസെന്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക്, ഈ കള്ളക്കേസിൽ പെടുന്നവർക്ക് വേണ്ടി കോടതി അത് ഉപയോഗിച്ചതായിട്ട് കണ്ടിട്ടില്ല. അത് ഉപയോഗിക്കുമെന്നുള്ള ഒരു വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. കോടതിക്ക് നിന്നും നീതി കിട്ടും എന്നുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
സാറേ ഇപ്പോൾ തന്നെ അടുത്ത് നമ്മൾ കണ്ടിരുന്ന ഈ ഒരു 2 കൊല്ലം മുമ്പ് മുഹമ്മദ് സുബൈർ എന്നിട്ടൊരു ഒരു ട്വിറ്ററിൽ വല്ലാത്ത ഫാക്ട് ചെക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയുണ്ട്. അവൻ ടോട്ടലി ആന്റി മോദിയാണ്, മോദിയെ കാലത്തെടുത്ത തെറി വിളിക്കലാണ് പണി. അവന്റെ ഫാക്ട് ചെക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ കോൺഗ്രസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോ നേരെ ഏതെങ്കിലും മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാലിനാണ് അവരുടെ ലേറ്റസ്റ്റ് സ്പോൺസർ, കാശ് കൊടുത്ത് ഫാക്ട് ചെക്ക് യൂണിറ്റ് വെച്ചിരിക്കുകയാണ്. ഇവൻ കർണാടകത്തിൽ അവനെ ഹയർ ചെയ്തേക്കുന്നത്. അവനെ പണ്ട് അറസ്റ്റ് ചെയ്തത് 2-3 കേസിൽ ഇതേമാതിരി ഓരോ തെറ്റ് ന്യൂസ് ഇട്ടിട്ട് ഒരു പോക്സോ കേസ് ഉണ്ട്. ഒരു ചെറിയ പെൺകുട്ടിയുടെ ഫോട്ടോ ഇയാൾ പ്രചരിപ്പിച്ചു എന്നൊരു കേസ്. അതിൽ സുപ്രീം കോടതി പറഞ്ഞത് നമുക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട് നമ്മുടെ നാട്ടിൽ, നിങ്ങളുടെ ആർബിട്രറി ആയിട്ട് അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഏതോ ഒരുത്തൻ ട്വിറ്ററിൽ എന്തോ ഇട്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ പോയി വെറുതെ കണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിലെന്താണല്ലേ ഇപ്പം ഞാൻ ഒരു ചെറിയ പ്രശ്നം ചോദിക്കട്ടെ സാർ, നാളെ കമ്മ്യൂണിസ്റ്റുകാർ ഏതെങ്കിലും ഒരുത്തരം എഴുതും പ്രധാനമന്ത്രി ദുരിതാശ്വാസ നിധിക്ക് കാശ് കൊടുക്കാൻ പാടില്ല എന്ന് എഴുതി കഴിഞ്ഞാൽ മോദി ഗവൺമെന്റ് കേസ് എടുക്കാൻ പറ്റുമോ സാറേ? ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല മോദി ഗവൺമെന്റ് അങ്ങനെ ഒരു കേസ് എടുത്തിട്ടുണ്ടോ, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ. പക്ഷെ PM കെയർ ഫണ്ട് സാറിന് ഓർമ്മയുണ്ടാവും. PM കെയർ ഫണ്ട് എന്നൊരു ഫണ്ട് ഉണ്ടായിരുന്നു. ആ ഫണ്ടിന് കോവിഡിന്റെ സമയത്ത് ഒരു പ്രൈവറ്റ് ഫണ്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഓഡിറ്റിന് വരാത്ത ഫണ്ടാണത്. അതിന് പക്ഷെ ഓഡിറ്റൊക്കെ നടത്തിയിട്ടുമുണ്ട്. പക്ഷെ ആ ഫണ്ടിന്റെ നേരെ ഉണ്ടായിരുന്ന ഒരേ ഈ കോൺഗ്രസ്സുകാരുമായിട്ടും കമ്മ്യൂണിസ്റ്റുകാരായിട്ടും അത് എന്തൊക്കെയായിരുന്നു അന്ന് ആ സമയത്ത് മരുന്ന് വാങ്ങാൻ, PP കിറ്റ് വാങ്ങാൻ, ഈ പറഞ്ഞ മാതിരി ഓക്സിജൻ സിലിണ്ടർ എടുക്കാൻ, അങ്ങനത്തെ കുറെ ഇതിനാണ് ഉപയോഗിച്ച കാശ് അത്. പക്ഷേ അന്ന് നടന്നപ്പോൾ ആരെ അറസ്റ്റ് ചെയ്തില്ല മോദി? എനിക്ക് മനസ്സിലാവാത്തത് ഇവിടെ കേരളത്തിൽ മാത്രം എന്താണ് ഇതൊരു വേറൊരു അല്ല നിയമം ഉണ്ടോ സാറേ? അല്ല അങ്ങനെയല്ല, കേരളത്തിലല്ല നിയമം. ഇതിൻ്റെ അകത്ത് പ്രതി രാഷ്ട്രീയക്കാരല്ല. ഞാൻ ഇതിൻ്റെ അകത്ത് പ്രതിയായിട്ട് കാണുന്നത് ജുഡീഷ്യറിയെ തന്നെയാണ്. കാരണം ജുഡീഷ്യറിക്ക് കൃത്യമായിട്ട് 2 ടൈപ്പ് നിയമങ്ങളാണ്. മുഹമ്മദ് സുബൈറിനെ ഹാജരാക്കുമ്പം സുപ്രീം കോടതിക്കും മറ്റു കോടതിക്കും ഒരു തരവാണ്. ഇപ്പൊ എന്നെയോ സാറിനെയോ ഹാജരാക്കുമ്പോൾ ആ നയമായിരിക്കണമെന്നില്ല. അതാണ് അതിന്റെ വ്യത്യാസം. അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഫേവററ്റിസം മുഹമ്മദ് സുബൈറിനും ദുവറാത്തിക്കും ഒക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ആ പ്രിവിലേജ് കിട്ടത്തില്ല. ഇത് തന്നെയാണ് കാരണം ഈ ലിബറൽ വോക്ക് ലെഫ്റ്റ് ജിഹാദി കൊങ്കി എക്കോസിസ്റ്റത്തിന് കിട്ടുന്ന പ്രിഫറൻസ് ഇവിടുത്തെ ദേശീയവാദികൾക്ക് കോടതിയിൽ കിട്ടില്ല. അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ്. അത് പാർലമെന്റാണ് അഡ്രസ് ചെയ്യേണ്ടത്. അതിന് അനുകൂലമായിട്ട് കൃത്യമായിട്ടുള്ള ഇന്ത്യ പ്രൊട്ടക്ഷൻ ലോയും ദേശീയവാദികളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമവും കഴിഞ്ഞ 10 വർഷം പാർലമെന്റ് ടൈം വേസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടില്ല. ഞാനതിന് എന്റെ പാർട്ടിയെ തന്നെ കുറ്റം പറയത്തുള്ളൂ. കാരണം അത് പാർലമെന്റ് അഡ്രസ് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പം ഇവരെ എന്താണ് കന്നയ്യലാലിനെ കൊന്ന കേസിലും ഇത് നമ്മുടെ നൂപൂർ ശർമ്മയ്ക്കെതിരെയുള്ള കേസിലുമൊക്കെ ഈ സാറ് മേൽ പറഞ്ഞ ആൾക്കാർ കൃത്യമായിട്ട് അവരെ വധിക്കാനുള്ള സംവിധാനങ്ങൾ ഇണക്കി കൊടുക്കുകയായിരുന്നു, ഫാക്ട് ചെക്ക് എന്നും പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. അത് തന്നെ വ്യാജമായിട്ടുള്ള ഡോക്യുമെന്റ് ഉണ്ടാക്കി. പക്ഷെ അതിലൊന്നിനും നടപടി എടുക്കാൻ പറ്റിയില്ല. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഈ UPA സ്റ്റേറ്റ് ഗവൺമെന്റുകൾ നിയമത്തെ വളച്ചും ഒടിച്ചും ഒക്കെ. പക്ഷെ അതിനെ ഈ കൃത്യമായിട്ട് പിടിക്കാൻ കോടതികൾക്ക് എന്തോ ഒരു മനസാക്ഷിക്കുറവുണ്ട്. ഒരു ധൈര്യക്കുറവോ മനസാക്ഷിക്കുറവോ അല്ലെങ്കിൽ ഒരു പാർട്ടിസാൻ ബിഹേവിയറോ അവർക്കുണ്ട്. അതാണ് അതിന്റെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള അക്രമങ്ങളെ പ്രതിരോധിക്കാൻ ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ട കോടതി നിർഭാഗ്യവശാൽ ഈ കള്ളക്കേസ് എടുക്കുന്ന UPA കാരുടെ കൂടെ ആ പോലീസിന്റെ കൂടെ നിൽക്കുകയാണ്. ഇത് പാർലമെന്റ് ഡിസ്കസ് ചെയ്യണം. പാർലമെന്റ് നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്യേണ്ടതായിരുന്നു. ഇറ്റ് ഇസ് ടു ലേറ്റ്. സോ അതുകൊണ്ട് പാർലമെന്റ് ഈ കാര്യം ഡിസ്കസ് ചെയ്ത് അതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാക്കേണ്ടതാണെങ്കിൽ അതിന്റെ ഗൈഡ് ലൈൻസ് കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കണം. അല്ലെങ്കിൽ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഇക്കാര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശം പല പ്രാവശ്യം ഇവർ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും നടപ്പിലായിട്ടില്ല. ഇത് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നത് ഇപ്പൊ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. മറ്റ് സ്റ്റേറ്റുകൾ അതിനെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാടും കർണാടകം, ബംഗാള്, പഞ്ചാബ്, ഇത്രയും സ്റ്റേറ്റുകൾ കേരളം കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ കോപ്പി അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാ കാര്യത്തിലും ഒരേ അഭിപ്രായം ഇപ്പോൾ ഉള്ളത്. കുറെ നാളുകളായിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇല്ലല്ലോ. രണ്ടുപേരും ഒരുമയാണ്, ഇരുമയാണെങ്കിലും കരൾ ഒന്നായെന്ന് പറഞ്ഞ പോലെയാണ് കേരളത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും പ്രവർത്തിക്കുന്നത്. എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും കൂട്ടു നിൽക്കുന്നത്. നമ്മളിവിടെ കാണുന്നുണ്ട്, കർണാടകത്തിൽ ഇത് നടന്നിട്ടുണ്ട്, തെലങ്കാനയിൽ ഇത് നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നമ്മൾ ഈ കോൺഗ്രസിന്റെ ആൾക്കാരോ കമ്മ്യൂണിസ്റ്റുകാരോ എന്തെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യാൻ സെൽഫിഷ്ലി സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ദുഷ്യന്ത് ദാവെ, കപിൽ സിബൽ, ഇന്ദിരാ ജയ്സിംഗ്, പ്രശാന്ത് ഭൂഷൺ ഇവരൊക്കെ എത്തിക്കിട്ടുവാണ്. ഇവരൊക്കെ ഒരു സിറ്റിങ്ങിന് 50 ലക്ഷം വാങ്ങുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ഇവർക്ക് ശരി കാശ് കൊടുത്തോ ഇല്ലയോ അതോ പ്രോബോണോ ചെയ്തോ അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നമ്മളെ ശബരിമല കേസിൽ കണ്ടിരുന്നു, കേരളത്തിൽ ഈ കേസുകൾ ഈ പറഞ്ഞമാതിരി രജിസ്റ്റർ കഴിഞ്ഞാൽ ഇവിടുത്തെ കുറേ വലിയ വലിയ ചാനൽ ചർച്ചയിൽ വന്നെന്ന് പറയുന്ന ലീഗൽ ആൾക്കാരൊക്കെ അവരെന്താണ് സാറേ ഇതിനൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യാത്തത്? അവരെന്താണ് വന്ന് ഇവർക്ക് വേണ്ടി കേസ് വാദിക്കാത്തത്? എനിക്കത് മനസ്സിലാത്തത്. BJPയിലെ കുറെ അഡ്വക്കേറ്റ്മാരുണ്ടല്ലോ, അവരെന്താണ് വന്ന് വാദിക്കാത്തത് കോടതിയിൽ വന്ന്? പറയാം 2 കാര്യം. ഒന്ന്,
UPA-കാരുടെ ആ ടീം എന്ന് പറയുന്നത്, UPA ടീം എന്ന് പറയുന്നത് സാധാരണ ബിരിയാണിക്ക് ടേസ്റ്റ് ഇല്ല, തുപ്പൽ ബിരിയാണി തിന്ന് ജീവിതകാലം മുഴുവൻ തുപ്പൽ ബിരിയാണി തിന്ന് ജീവിച്ചവരാണ്. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അവർ അഡിക്റ്റ് ആണ് അതിന്, തുപ്പൽ ബിരിയാണി അഡിക്റ്റ് എന്ന് പറയും. അതുകൊണ്ട് അവരാരും ഈ സത്യത്തിൻ്റെയോ ധർമ്മത്തിൻ്റെയോ കൂടെ ഒന്നും നിൽക്കത്തില്ല. അവരെന്തെങ്കിലും അടുത്ത അവാർഡോ എന്നതേലും നക്കി തിന്നാൻ കിട്ടുമോ എന്ന് ആലോചിച്ച് നടക്കുന്ന ഒരു ഇതിലാണ് പോകുന്നത്. ഈ പറഞ്ഞ വലിയ വലിയ ലേബലൊക്കെ അവർക്ക് കാണും, പക്ഷെ അവരെല്ലാവരും അവർക്ക് ആ ഒരു അജണ്ടയുടെ ഭാഗമാണ്. അവർക്ക് അതിന്റെ പേരിൽ അവർക്കും ഫാമിലിക്കും പല പല പൊസിഷൻസും പല പല ബെനിഫിറ്റുകളും കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഗവൺമെന്റ് കോൺട്രാക്റ്റുകളും ഗവൺമെന്റിന്റെ പോസ്റ്റിങ്ങും ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. BJP-യുടെ ആൾക്കാരുടെ, ഞാൻ 10-32 വർഷമായിട്ട് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. BJP-യുടെ ഞാൻ മനസ്സിലാക്കിയത് ലീഗൽ സെല്ല് കേരളത്തിൽ ഏകദേശം 10 വർഷമായിട്ട്, 10 അല്ല 10-20 വർഷമായിട്ട് ഇല്ല. മറ്റ് സ്റ്റേറ്റുകൾക്കൊക്കെ ഇപ്പൊ തമിഴ്നാട്ടിൽ BJP-ക്ക് ലീഗൽ സെല്ലുണ്ട്, കർണാടകത്തിലുണ്ട്. കേരളത്തിൽ ലീഗൽ സെൽ ഉണ്ടാക്കുകയില്ല എന്ന് ഇതിനു മുമ്പ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആൾക്കാർ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. BJP-യുടെ നേതൃത്വം, സ്റ്റേറ്റ് നേതൃത്വം ലീഗൽ സെൽ ആവശ്യമില്ല എന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രവർത്തകർ തന്നെ പോയി ഇത് ചെയ്തോട്ടെ, ഉത്തരവാദിത്തം കൊടുക്കണം, അത് അവരുടെ തീരുമാനമാണ്. ഇനി ഇപ്പോൾ ഉള്ള ആൾക്കാരും അതിൽ വിശ്വസിക്കുന്നില്ല. അത് ഇനി ആരെങ്കിലും വന്ന് ലീഗൽ സെല്ല് വേണമെന്ന് അഭിപ്രായമുള്ള നേതൃത്വം വന്നാൽ മാത്രമേ അങ്ങനെ ഒരു സഹായം പ്രവർത്തകരോ അല്ലെ ആൾക്കാരോ അനുഭാവികളോ പ്രതീക്ഷിച്ചാൽ മതി. കേരളത്തിൽ അതിന് LDF, ഞാനതിനൊപ്പമായിട്ട് പറയാം, LDF UDF KJP അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടാണ് കേരളത്തിൽ അങ്ങനെ ഒരു സെല്ലില്ലാണ്ടിരിക്കുന്നത്. ആ സത്യം എല്ലാവർക്കും അറിയാം, പ്രവർത്തകർക്കും അറിയാം, നേതാക്കന്മാർക്കും അറിയാം. ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് LDF-ഉം UDF-ഉം ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് എന്ന് KJP നിർത്തുന്നുവോ അന്ന് കേരളത്തിൽ ലീഗൽ സെല്ല് വരും. അതുവരെ അത് വരത്തില്ല, തന്നെ കേസ് വാദിച്ചോണം. ഇതാണ് കേരളത്തിലത്തെ നടപടി. അല്ല, ഞാനത് ചോദിക്കുന്നു സാർ, ബിക്കോസ് ഈ കേരള ഹൈക്കോടതിയിൽ നമ്മൾ കാണാറുണ്ട് ചില ജഡ്ജിമാർ പ്രോ ആക്റ്റീവാണ്. ഫോർ എക്സാമ്പിൾ ദേവൻ രാമേന്ദ്രൻ, അങ്ങേരെ ഇവർ കമ്മ്യൂണിസ്റ്റുകാർ ടാർഗറ്റ് ചെയ്തിട്ട് കുറേ ദിവസമായി ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് അങ്ങേരെ BJP-യുടെ ജഡ്ജാണ്, സംഘിയാണ്, അതാണ് ഇതാണ് എല്ലാം പറയാറുണ്ട്. ചാണകവും അതും ഇതൊക്കെ അങ്ങേരെ പാവം തെറി വിളിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇത്ര ചോദിക്കാനുള്ളൂ എനിക്ക്, എന്നാൽ ശരി, നിങ്ങൾ ഈ പറഞ്ഞ മാതിരി കേരളത്തിൽ കേസ് എടുക്കില്ല. ഇപ്പൊ എന്റെ കേസിന് 2018 ഈ പിണറായി വിജയൻ എൻ്റെ രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി ചോദിച്ചു, വാട്ട് ഈസ് ദിസ് കേസ്? വാട്ട് ഈസ് ദിസ്? ഒരു ഓഡിയോ റിലീസ് ചെയ്തതിന് അതിന് എൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് പോട്ടെ, അത് പിന്നെ ആ കോടതി തന്നെ എനിക്ക് ഈ പറഞ്ഞ ഒരു പ്രൊട്ടക്ഷൻ തന്നു. DG തെലങ്കാന, DG കേരള ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ തന്നു. പക്ഷെ കേസ് എന്താണ്? നമ്മൾ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കാശ് കൊടുക്കാൻ പാടില്ല എന്ന് ഒരാളുടെ, ഇറ്റ് ഈസ് ഹിസ് ഫണ്ടമെന്റൽ റൈറ്റ് ആക്ച്വലി. അയാൾ ആർക്ക് വേണമെങ്കിൽ കൊടുക്കും കാശ്. സേവാഭാരതിക്ക് കൊടുക്കണം, സേവാഭാരതിക്ക് കൊടുക്കും, അല്ലെങ്കിൽ വേറെ ഏത് ഫണ്ടിന് കൊടുക്കണം അവർക്ക് കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ക്രിസ്ത്യൻ ഫൗണ്ടേഷൻ അവർക്ക് കൊടുക്കും. അല്ല, ഞാൻ വീട് പണിത് കൊടുക്കാം എന്നാൽ വീട് പണിത് കൊടുക്കും. നമ്മളിപ്പോൾ കാണുന്നത് എന്താണ്, ഈ കുറേ പേര് മീഡിയയിൽ ഫോട്ടോ ഒക്കെ വരാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോയി കുറെ ചെക്ക് കൊടുത്ത്, ചിലപ്പോൾ അത് വണ്ടി ചെക്ക് ആയിരിക്കട്ടോ, അത് വേറെ കാര്യം, ചെക്ക് കൊടുത്ത് ഇത് ഫോട്ടോ ഒക്കെ എടുത്ത് TV-യിൽ ഇട്ടിട്ട് ഇവര് വലിയ ആൾക്കാരാവാൻ നോക്കണം. സാർ, ഇതിന്റെ ഒരു എന്താ പറയുക, ഇത് നമ്മുടെ മോദിയുടെ കൂടെ ആരെങ്കിലും ഇങ്ങനെ വന്ന് ഫോട്ടോ എടുക്കണ കണ്ടിട്ടുണ്ടോ സാർ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുവരെ മോദിക്ക് കൊണ്ടേ കാശ് കൊടുത്തു, മോദിയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. എന്തിനാ ഫോട്ടോ എടുക്കണം? നിങ്ങൾ കാശ് കൊടുത്ത് നിങ്ങൾ മൊത്തം ലോകത്തിനെ എന്തിനാ അറിയിക്കണത്? അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പബ്ലിസിറ്റി വേണം. നിങ്ങൾ എത്ര കോടി കൊടുത്തു, എത്ര ലക്ഷങ്ങൾ കൊടുത്തു, നിങ്ങൾ കൊടുത്തോളാം. പക്ഷെ അതിനെപ്പറ്റി പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് 10 പേരെ അറിയിച്ച്, മീഡിയ അറിയിച്ച് ചെയ്യണം. ഇതിന്റെ ഒരു കൾച്ചർ എന്താണ് സാർ? ഇത് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഡിസ്കഷൻ ക്ലോസ് ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി സാറിന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ നന്നായിരിക്കും സാർ. അല്ല, ഇത് ഇപ്പൊ ഓക്കെ, ഞാനൊരു ഇതിനു വേണ്ടി ഞാൻ വ്യക്തിപരമായിട്ട് ഈ ഫണ്ടുകളും കാര്യങ്ങളും ഗവൺമെന്റ് വഴി ചെയ്യുന്നതാണ് ഉത്തമമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഗവൺമെന്റിന് കൊടുക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ അതേ സമയത്ത് എൻ്റെ ഒരു അയലോകംകാരൻ പറയുകയാണ്, അല്ലെ നിങ്ങൾ പറയുകയാണ് ഗവൺമെന്റ് വഴി വേണ്ട, നേരിട്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ആ അവകാശവും ശരിയാണ്, അതിനും തെറ്റൊന്നുമില്ല. ഞാൻ തന്നെ ചെയ്യുന്നു അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന കാര്യങ്ങളും ശരിയാണ്. എന്റെ അഭിപ്രായം ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ, പക്ഷെ ഇവിടെ കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് പാർട്ടിസാൻ ആയതാണ് ഒത്തിരി ആൾക്കാർ അതിലേക്ക് പോകാൻ കാരണം. ഗവൺമെന്റ് നിഷ്പക്ഷവും സുതാര്യവും ആയിരുന്നെങ്കിൽ ആ പ്രശ്നമില്ലായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിനെയും സേവാഭാരതിയൊക്കെ ആൾക്കാർ വിശ്വസിക്കുന്നത് അവർ സുതാര്യമായതുകൊണ്ടും സത്യസന്ധമായിട്ടും ചെയ്യുന്നതാണ്. ഈ 1956 തുടങ്ങി ഇന്നേ ദിവസം വരെ മാർക്സിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും പിരിച്ചിട്ടുള്ള പൈസകളിൽ 90% അവർ കക്കുക, മുക്കുക, നക്കുക എന്നുള്ളതാണ് മാർക്സിസ്റ്റുകളുടെ ലോകത്തെല്ലായിടത്തും, കേരളത്തിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഇടത് പ്രസ്ഥാനങ്ങളുടെ പോളിസി എന്ന് പറയുന്നത്. അവർ ഗവൺമെന്റ് ആണേലും പാർട്ടി ആണേലും പ്രസ്ഥാനമാണേലും കക്കുക, മുക്കുക, നക്കുക, ഇതാണ് അവരുടെ പോളിസി. അപ്പൊ അത് തുറന്നു കാട്ടപ്പെടുമ്പം അവർ വയലന്റ് ആകുന്നു. അവരുടെ കയ്യിൽ ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് അതിനെ മിസ്യൂസ് ചെയ്യുന്നു, പോലീസിനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അകത്ത് യാതൊരു അടിസ്ഥാനവും അതിൻ്റെ അകത്തില്ല. ഇത് കുറച്ചുകൂടെ ശക്തമായിട്ട് പല ഏജൻസികളും ഇവർ പ്രൈവറ്റ് ഏജൻസികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ചെയ്യുന്നവരെ ചെയ്യാൻ വിടുക, അതല്ല ഗവൺമെന്റ് വഴി ചെയ്യണം. ഈ 2 ഓപ്ഷനും ഓപ്പൺ ആക്കി വെക്കാനുള്ള സന്മനസ്സോ വിശാല മനസ്കതയോ ഒന്നുമില്ല. ഒരു കാര്യം സാറ് മനസ്സിലാക്കുക, 1962 മുറിവേറ്റ ഇന്ത്യൻ സൈനികർക്ക് രക്തം കൊടുക്കരുതെന്ന് പറഞ്ഞ
പരനാറികളൊക്കെ ഇപ്പോഴും ഭരണത്തിലുണ്ട്. കുലംകുത്തികളും പരനാറികളും ഒക്കെ ഇപ്പോഴും ഭരണത്തിലുണ്ട് കേരളത്തിൽ. അതാദ്യം മനസ്സിലാക്കുക. ഇന്ത്യൻ സൈന്യത്തിന് രക്തം കൊടുക്കരുതെന്ന് പ്രചാരണം നടത്തിയവന്മാരാണ് ഇവന്മാര്. എന്നിട്ടാണ് ഇപ്പം വന്ന് ബാക്കിയുള്ളവർക്കിട്ട് സുവിശേഷം അടിക്കുന്നത്. ഏത് നിങ്ങൾ അങ്ങനെ പറയരുത്, എല്ലാവരും ഒന്നിച്ചാണ്, അതാണെന്നും പറഞ്ഞ ആ നേതാവിനെ സസ്പെൻഡ് ചെയ്തു. അതേ സൈന്യത്തെ കൊണ്ട് ബെയിലി ബ്രിഡ്ജ് പഠിപ്പിച്ചു. അത് വേറെ കാര്യം. അല്ല, സൈന്യം അവരുടെ ഡ്യൂട്ടി, സൈന്യം ഇറസ്പെക്റ്റീവ് ഓഫ് ക്രിറ്റിസിസം അവര് കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ ഇന്ന് വരെ 1962 ഇവർ കാണിച്ച തെമ്മാടിത്തരത്തിന് മാപ്പ് പറഞ്ഞിട്ടില്ല. അന്ന് ഇവരുടെ പാർട്ടിയെ ലംഘിച്ചുകൊണ്ട് രക്തം കൊടുത്ത നേതാവ് 100 വയസ്സ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തെ അന്ന് പിന്നെ ഒത്തിരി കാലം കഴിഞ്ഞാണ് ഇതിനെ തിരിച്ചെടുത്തത്. നമ്മൾ ഈ ഡിസ്കഷൻ ക്ലോസ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര പറയാനുള്ളൂ. നിങ്ങൾക്ക് ഫണ്ട് കൊടുക്കണോ, നിങ്ങൾക്ക് ആർക്ക് കൊടുക്കണോ, നിങ്ങൾ എന്ത് ചെയ്യണോ എന്നുള്ളത് ഐ തിങ്ക് നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ താമസിക്കുന്നത് നമ്മുടെ റൈറ്റാണ്. നിങ്ങൾ മുഖ്യമന്ത്രിക്ക് റിലീഫ് ഫണ്ട് കൊടുക്കണോ, PM റിലീഫ് ഫണ്ട് കൊടുക്കണോ, PM കെയർസ് ഫണ്ട് കൊടുക്കണോ, അതോ സേവാഭാരതിക്ക് കൊടുക്കണോ, അതോ നിങ്ങൾ സ്വന്തമായിട്ടൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവരിൽ നിങ്ങൾ ചെയ്യണം, അതൊക്കെ നിങ്ങളുടെ റൈറ്റാണ്. പക്ഷെ ഒരാളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ ഇതിൽ മാത്രമേ കാശ് കൊടുക്കാൻ പാടുള്ളൂ. ഇതിന്റെ അഗേൻസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നേരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന, എനിക്ക് തോന്നുന്നത് നോർത്ത് കൊറിയ വിട്ടു കഴിഞ്ഞാൽ, ഈവൻ ചൈന വിട്ടു കഴിഞ്ഞാൽ വേറെ എവിടെയും ഇത് ഇങ്ങനത്തെ കാണില്ല. ഇങ്ങനത്തെ ഒരു ഇത് വേറെ ഒറ്റ സ്റ്റേറ്റിലില്ല സാറേ. വേറെ ഞാൻ താമസിക്കുന്ന തെലങ്കാന എവിടെയില്ലല്ലോ, എവിടെ ആരും പറയില്ല നിങ്ങൾ ഈ കാശ് കൊടുക്കാൻ പാടില്ല. അവിടെ ഒരിടത്തുമില്ല. കേരളത്തിൽ മാത്രമേ ഈ പരിപാടികൾ. ഇപ്പോൾ ഒരു കടകളിലോട്ട് കയറി വരുന്നു, ചേട്ടൻ്റെ പേരിൽ 1 ലക്ഷമാണ് എഴുതിയിരിക്കുന്നത്, റെസിപ്റ്റ് എടുത്ത് മേശയിലോട്ട് വെക്കുന്നു, പൈസ പിടിച്ചു പറിക്കുന്നു, പോകുന്നു. ഒരു ചുവന്ന ബക്കറ്റും ഒരു പരിപാടിയെല്ലാം ഉണ്ട്. അത് വലിയൊരു എക്സ്റ്റോർഷൻ റാക്കറ്റായിട്ട് കേരളത്തിന്റെ CPM ഉം LDF ഉം കേരള ഗവൺമെന്റും ഒരു എക്സ്റ്റോർഷൻ റാക്കറ്റായിട്ട് മാറുകയാണ്. എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെ അവരുടെ പാർട്ടി പരിപാടി വന്നു കഴിഞ്ഞാൽ വലിയൊരു എക്സ്റ്റോർഷൻ റാക്കറ്റായിട്ട് മാറും. അതുകൊണ്ടല്ലേ നമ്മുടെ കിറ്റക്സിനൊക്കെ ഇവിടുന്ന് വാലും പൊക്കി ഓടിപ്പോകേണ്ടി വന്നത്. അതുകൊണ്ടല്ലേ ഈ എക്സ്റ്റോർഷൻ കാരണമല്ലേ ഇവിടുന്ന് ഓടിപ്പോകേണ്ടി വന്നത്. എന്തേലും വ്യവസായങ്ങൾ കേരളം വിട്ടത് അതുകൊണ്ടാണ്. സ്റ്റാൻലി സാറേ, നമുക്ക് അത് വേറെ ചർച്ചയിലേക്ക് എടുക്കാൻ എന്തായാലും. ബിക്കോസ് കീടെക്സിന്റെ സാബു ഓടി വന്നത് തെലങ്കാനയിലേക്കാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലമാണ്, അങ്ങനെ വന്നത്. പക്ഷെ ഞാൻ ഈ ഡിസ്കഷൻ ക്ലോസ് ചെയ്യുമ്പോൾ എത്രേ പറയാനുള്ളൂ. ഒരു ട്രാജഡി വരുമ്പോൾ അതിനെ ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. ഏത് രീതിയിലേക്ക് ഏത് ഫണ്ട് വരണം, ആര് തരുന്നുള്ള കാര്യം നമ്മൾ ആൾക്കാർ ഇതേ അന്ന് 2018 വന്നപ്പോൾ അവിടെ പറഞ്ഞതാണ് അറബികൾ എത്ര കോടി തരാൻ പോണു. പിന്നെ നമ്മൾ അറിഞ്ഞു അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായില്ല എന്നുള്ളത്. പക്ഷെ അതിന് നേരെ അറബികളുടെ അവിടുത്തെ എവിടെയെങ്കിലും UAE ആരെ തരാന്ന് പറഞ്ഞാൽ ആ ഷെയ്ഖിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇല്ലല്ലോ, അതുണ്ടായില്ല. പക്ഷെ എത്രേ പറയാനുള്ളൂ. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സീതാറാം യെച്ചൂരിയും ബാക്കിയുള്ളവരും പറഞ്ഞു നടക്കുന്ന ഡെമോക്രസിയും സുപ്രീം കോടതിയിൽ പറഞ്ഞു നടക്കുന്ന കാര്യം, പാർലമെന്റിൽ കടന്നിട്ടുണ്ടാക്കുന്ന കുഴപ്പം, ഇവർ കേരളത്തേക്കും തിരിഞ്ഞു നോക്കിയാൽ നന്നായിരിക്കും. സീതാറാം യെച്ചൂരി ആയാലും ബാക്കിയുള്ള രാഹുൽ ഗാന്ധി ആയും ബാക്കിയുള്ള നേതാക്കൾ. അതാണ് പാർലമെന്റിൽ ചോദ്യം ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു നിയമം എവിടെ നടപ്പാക്കണമെന്നാണ് കേരളം ചോദിക്കുന്നത്. വളരെ നന്ദി സാർ, നമസ്കാരം. താങ്ക് യു, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.